എത്ര നാളായിന്നറിയോ അമ്മൂമ്മ ഇതൊക്കെ കണ്ടിട്ട്. അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതാകുന്നതിന് മുൻപേ എന്തൊക്കെയാ വെച്ച് പിടിപ്പിച്ചതെന്നറിയോ? മാവ്, പ്ലാവ്, ചേമ്പ്, കാച്ചില്, അങ്ങനെ കുറെ. അവറ്റകൾക്ക് വെള്ളം ഒഴിക്കുക, അവ വളർന്നു വരിക, പൂവിടുക, കായ്ക്കുക. അത് കണ്ടു നിൽക്കുമ്പോഴുള്ള ഒരു സന്തോഷം അത് വേറെ തന്നെയാ. നമുക്കിനിയും തുടങ്ങിയാലോ അമ്മൂമ്മേ? ഞാൻ വരാം. എന്നിട്ട് നമുക്കിവിടെ മൊത്തം നട്ട് നനച്ച് ഓരോന്ന് പിടിപ്പിക്കാം. അപ്പൊ പഠിക്കാനൊന്നും പോണ്ടേ? ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നേ വൃക്ഷത്തൈകളൊക്കെ തരുന്നുണ്ട്. ഞങ്ങളോട് സ്വന്തമായിട്ട് വീട്ടില് കൃഷിത്തോട്ടം ഉണ്ടാക്കാനൊക്കെ പറയും അമ്മൂമ്മേ. ആണോ? പിന്നെ നമുക്ക് അമ്മൂമ്മയുടെ കൂടെ ഇവിടെ തോട്ടം ഉണ്ടാക്കിയിട്ട് ഇവിടെയെല്ലാം വിരിഞ്ഞു നിൽക്കുമ്പോ ഞാൻ സ്കൂളിൽ നിന്ന് എല്ലാവരും കൊണ്ടുവരും. എന്നിട്ട് പറയും ഇതാണ് എന്റെ തോട്ടമെന്ന്. അമ്പട മിടുക്കാ. യാമച്ചേച്ചിയുടെ അസുഖമൊക്കെ മാറിയിരുന്നെങ്കിൽ യാമച്ചേച്ചിയും കൂട്ടായിരുന്നു. യാമച്ചേച്ചി ബേളം വയ്ക്കുമ്പോ പേടിയാവും അമ്മൂമ്മേ. എന്തൊരു ശബ്ദമെന്നറിയോ? ചേച്ചിയുടെ അസുഖം ഭേദാവൂല്ലേ? പിന്നല്ലാതെ. യദുക്കുട്ടൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കും. ആദ്യമൊക്കെ പ്രാർത്ഥിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയാ. അമ്മ കരയുന്ന കാണുമ്പോ ഞാനിപ്പോ യാമച്ചേച്ചിയുടെ കാര്യം മാത്രമേ പറയാറുള്ളൂ. മതി, യദുമോന്റെ പ്രാർത്ഥന മാത്രം മതി യാമിച്ചേച്ചി സുഖമാകാൻ. മോൻ നോക്കിക്കോ, യാമിച്ചേച്ചി പഴയതുപോലെ മോന്റെ കൂടെ ചേർന്ന് ഒന്നിച്ച് നടക്കും. എന്നിട്ട് രണ്ടാളും കൂടി അമ്മുമ്മയുടെ അടുത്ത് വരണം. യദുക്കുട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ തോട്ടം ഉണ്ടാക്കുകയെല്ലാം ചെയ്യാം. അമ്മുമ്മേ, കുട്ടിച്ചൻ വരാറായിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുന്നുണ്ടോ ചീത്ത പറയോ? ആ, അതിന് സാധ്യതയുണ്ട്. എന്നാ പിന്നെ കുട്ടിച്ചനെ കൊണ്ട് നമുക്ക് ബഹളം വെപ്പിക്കണ്ട. നമുക്കകത്തേക്ക് പോയാലോ? ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ സർ. ഇരിക്കൂ. നമസ്കാരം സർ. നമസ്കാരം. മിസ്റ്റർ സാരംഗ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം ഇരിക്കൂ, എന്നിട്ട് പറയാം. സാധാരണ കുടുംബ പ്രശ്നങ്ങൾ മുതിർന്നവർ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റേണ്ടതാ. പക്ഷേ ഈ കുടുംബത്തിന്റെ കാര്യത്തില് ഞങ്ങളെ കൊണ്ടത് സാധിച്ചില്ല. ഞാൻ ഇങ്ങനൊരു പരാതി തരേണ്ട അവസ്ഥ സാറിന് മനസ്സിലാവുമല്ലോ. ഷുവർ. സാർ ഉദ്ദേശിക്കുന്ന ചോദ്യം ചെയ്യൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മിസ്റ്റർ ജഗന്നാഥൻ, ചോദ്യം ചെയ്യലിന് ഞങ്ങൾക്ക് പല രീതികളുണ്ട്. സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇതാണ്: മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള കുടുംബങ്ങളിലെ ഫാമിലി ഇഷ്യൂസ്. ആഡംബരങ്ങളിൽ ജീവിക്കുന്ന പല വീടുകളിലും ഇതിലും മോശമായ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ എത്തുമ്പോൾ കുറ്റവാളിയും അനുഭവിച്ച ആളും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഒരു ബഹളവും ഇല്ലാതെ പരിഹരിക്കണമെന്ന. എന്നുവെച്ചാ മുറിവേൽക്കാതെയും രക്തം വീഴാതെയും യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് പോലെ. സർ, അച്ഛനമ്മമാര് പൂർണ്ണമായിട്ട് എന്റെ കൂടെ നിൽക്കുന്നതിൽ സാറിന് മനപ്രയാസം ഉണ്ടാവും. അതും കൂടെ കണക്കിലെടുത്താണ്. കാരണമൊന്നുമില്ലാതെ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ് ഇവര് നിങ്ങളോട് നിൽക്കില്ലല്ലോ. അത് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ഭർത്താവിന് കഴിയുമായിരുന്നെങ്കിൽ മേ ബി ഈ പ്രോബ്ലം അവസാനിച്ചേനെ. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെ സംസാരിക്കാനാ എനിക്ക് താല്പര്യം. എന്നിട്ട് ഉത്തരവൊന്നുമില്ലെങ്കിൽ മാത്രം റൂട്ടൊന്ന് ചെയ്യേണ്ടി വരും. അത് പോരെ മിസ്റ്റർ ജഗന്നാഥൻ? മതി സർ. ഞാൻ 5 മിനിറ്റ് നേരത്തെ ഇങ്ങ് വന്നു. പക്ഷെ സാരംഗ് കൃത്യസമയം പാലിച്ചു. ബിസിനസ്സുകാർക്ക് അത് അത്യാവശ്യമാണല്ലേ? ബിസിനസ്സുകാർക്ക് വേറെയും പല വിശേഷങ്ങളുണ്ട് സർ. അതിൽ പലതും സാറിന് മനസ്സിലാവില്ല. ഓക്കെ, അവരെപ്പോ എത്തും? മായാ മഹേശ്വരി. ഐ ഡോണ്ട് നോ. അവർക്കും എനിക്ക് ഒരേ നോട്ടീസ് അല്ലല്ലോ. യു ആർ കറക്റ്റ്. അവർ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. സി, എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. സോ എത്രയും പെട്ടെന്ന് ഇതൊന്നും തീർത്തിരുന്നെങ്കിൽ. സാരംഗിന് എന്റെ തിരക്കുകളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഇല്ല. പക്ഷെ ഞാനിരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. സോ യു മസ്റ്റ്. ഈ കാര്യം നമുക്ക് സംസാരിച്ച് തീരും വരെ
സാരംഗിന്റെ തിരക്കുകൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അച്ഛനെന്തായി ആലോചിക്കുന്നേ? കൊറേ നേരം ആയല്ലോ ഈ ഇരിപ്പ് തുടരുന്നു. ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നു. ഈ റിട്ടയർമെന്റ് ലൈഫിൽ അങ്ങനെ ഒരു ദോഷമുണ്ട്. ഒന്നും ചെയ്യാനാവാതെ നേരം വെളുക്കുക, രാത്രിയാവുക, കിടന്നുറങ്ങുക, അത്രയല്ലേ ഉള്ളൂ. വേണ്ട പ്രായത്തില് അച്ഛൻ ആവശ്യത്തിൽ കൂടുതൽ കഷ്ടപ്പെട്ടതല്ലേ, അപ്പോ ഈ റെസ്റ്റ് വേണ്ടത് തന്നെയല്ലേ? ഉം, അരുണിനിപ്പോ വല്ലാത്ത മാറ്റമുണ്ട് അല്ലേ അച്ഛാ? ഉം. സത്യം പറഞ്ഞ അരുൺ ഇപ്പൊ എന്നെ സ്നേഹം കൊണ്ട് പൊതിയ. കുറച്ചു കാലം അതൊക്കെ നഷ്ടപ്പെട്ടു പോയതില് എനിക്ക് അല്പം വിഷമം ഉണ്ടെന്ന് കൂട്ടിക്കോ. കുറച്ചു കാലത്തെ വിഷമം ഉള്ളിലുണ്ടെങ്കിൽ എന്താ? നീ ഇപ്പൊ മതിമറന്ന് സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ ആരെങ്കിലും എന്നോട് ചോദിച്ചാ ഞാൻ ഭാഗ്യവതിയെന്ന് തന്നെ ഞാൻ പറയും. ചില പെൺകുട്ടികള് അവരുടെ ജീവിതം അളക്കുന്നത് ഭർത്താവ് എത്ര സമയം അവരുടെ കൂടെ ചെലവഴിക്കുന്നു എന്ന് നോക്കിട്ടാ. ആ കൂട്ടത്തിലാണോ നീയും? അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതൊക്കെ അച്ഛൻ കാണുന്നുണ്ട്. ഏതച്ഛന് സന്തോഷിക്കുന്ന കാര്യങ്ങളാ അതൊക്കെ. പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ? ഇതെന്ത് ചോദ്യം അച്ഛാ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരാള് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിൽ ആത്മാർത്ഥതയില്ലല്ലോ. അരുണിനെ കുറിച്ചാണ് അച്ഛന്റെ സംശയം. അച്ഛാ, അരുൺ ഒരു പാവ. സ്നേഹം കിട്ടാതെ വളർന്നതുകൊണ്ട് അതിന്റെ വില നന്നായിട്ട് അറിയാം. അരുണിന് സ്നേഹത്തിന്റെ വില നന്നായിട്ട് അറിയാം. അതിന്റെ യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിയുന്നുണ്ടോന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അച്ഛന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്താന്ന് പറഞ്ഞേ? മോളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കാരണം നീ ചോദിക്കണ്ട. അരുണിന്റെ നിന്റെ മാറ്റത്തില് എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന്റെ പേരാണ് കാരണവന്മാരുടെ ആദി. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ അത് നിലനിൽക്കുമെന്നുള്ള പേടി. അച്ഛൻ പേടിക്കണ്ട. ഈ ജന്മം മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചു തന്നെ ജീവിക്കും. കേട്ടല്ലോ? നിന്റെ കൂട്ടുകാരി ആര്യ എന്ത് പറയുന്നു? അല്ലെങ്കിൽ മിക്കവാറും സമയത്ത് ആര്യയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ കേൾക്കാറിയില്ലല്ലോ. ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ മറന്നു എന്നാണോ? അവളെ മറക്കോ അച്ഛാ? അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവള് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ വിളിച്ചിരുന്നു? അവളെ ഒരു കോഴ്സ് ചെയ്യാ. നല്ല തിരക്കിലായതുകൊണ്ട് വിളിക്കാൻ സമയം കിട്ടില്ല. ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാനങ്ങോട്ട് വിളിക്കാറില്ല. ശരി, എന്തായാലും വിളിക്കുമ്പോ എന്നെ അന്വേഷണം പറഞ്ഞേക്ക്. അച്ഛന്റെ അന്വേഷണം പറയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് വിളിച്ചേക്കാം. അവള് ചിലപ്പോഴേ കുറച്ചു ദിവസം കഴിഞ്ഞിങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തിന്? എന്നെ കാണാൻ. വന്നാൽ ഒരു 2 ദിവസം ഇവിടെ പിടിച്ചു നിർത്തണം. നല്ല രസാ അവളോട് സംസാരിച്ചോണ്ടിരിക്കാൻ. വരട്ടെ. എന്നാലും അത്ഭുത അച്ഛൻ അവളുടെ കാര്യം ഓർത്തു വെച്ചത്. നിനക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ ഓർത്തു വയ്ക്കാതെ പറ്റില്ലല്ലോ. ശരി. ഡിവൈഎസ്പി സാർ ഇവിടെ ഉണ്ടോ? അതോ എല്ലാം കഴിഞ്ഞു പോയോ? ഇവിടെയുണ്ട്. എന്തൊക്കെയായിരുന്നോ സംസാരം? എനിക്കറിയില്ല. ഓ, വളർത്തുമൃഗങ്ങള് മുതലാളിയെ ഒറ്റക്കൊടുക്കില്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. മായ കുറച്ച് ലേറ്റായി അല്ലേ? ഞാൻ വാദ്യാര് പള്ളിക്കൂടത്തിലേക്കല്ലല്ലോ വരുന്നത്. എനിക്കെന്റെ എല്ലാ പ്രോഗ്രാംസും മാറ്റി ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വരാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് സംസാരിക്കാം. താങ്കൾ എന്നെ ചോദ്യം ചെയ്തു, മായയെ ചോദ്യം ചെയ്തു. അതിൽ കൂടുതൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. മിസ്റ്റർ സാരംഗ്, നിങ്ങൾ കുറച്ചുമുമ്പേ പറഞ്ഞു മായ മഹേശ്വരിക്കും നിങ്ങൾക്കും ഒരേ നോട്ടീസ് ആയിരുന്നില്ല എന്ന്. അപ്പൊ പിന്നെ മായ മഹേശ്വരിക്ക് വേണ്ടി നിങ്ങളൊരു ഉത്തരവും പറയേണ്ട കാര്യവുമില്ല, ഉണ്ടോ? സാറേ, ഞാൻ ഇവന്റെ അച്ഛനാ. എന്റെ മോൻ നല്ലവനാണ്, ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ ഞാനത് പറയില്ല. ഈ കുടുംബം ഇങ്ങനെ ആക്കി തീർത്തത് ഇവനാ.
പരാതി തന്നിരിക്കുന്നത് ഞാനാ. എങ്ങനെ ചോദ്യം ചെയ്താലും ഞങ്ങളുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കണം. കേട്ടല്ലോ സാരംഗ്, നമുക്ക് യാമിമോളെ വിളിക്കാം, സംസാരിക്കാം. പക്ഷെ വേണമെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. യാമിക്ക് എന്ത് സംഭവിച്ചു, അത്രയേ ഉള്ളൂ. അതിന്റെ കാരണം പറഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാം, നല്ല നിലയിലാക്കാം. ഈ ഇരിപ്പും സംസാരവും ഒരു കുടുംബ സുഹൃത്ത് വന്ന് കയറിയതുപോലെ നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. സാറ് ബുദ്ധിമാനാ. സാഹചര്യങ്ങളെല്ലാം ഒരുക്കി ഞങ്ങളെ ഇതിന്റെ നടുവിൽ കൊണ്ടുവന്നിരുത്തിയ സാറ് പറയുന്നതൊക്കെ ഞങ്ങളെ സമ്മതിച്ചു തരുമെന്ന് കരുതിയോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മായ മഹേശ്വരി. സർ, എൻ്റെ മകൾക്ക് മെന്റൽ സ്ട്രെയിൻ ഉണ്ട്. ഞാനത് പറഞ്ഞിട്ടുള്ളതാണല്ലോ സാറിനോട്. അത് നിയന്ത്രണം വിട്ടപ്പോൾ അവളുടെ മാനസിക നിലയ്ക്ക് പ്രശ്നമുണ്ടായി. ഇപ്പോൾ പോലും അവളെ ട്രീറ്റ് ചെയ്യുന്നത് മൈത്രിയുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. അവർ തിരഞ്ഞെടുക്കുന്ന ഡോക്ടറുടെ അടുത്താണ്. ഒരുപക്ഷെ വിദഗ്ധനായ മറ്റൊരാളെ സമീപിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പറ്റില്ല സർ, ഞാനും ഒരു ഡോക്ടറാണ്. എനിക്കെൻ്റെ മോളുടെ കണ്ടീഷൻ വ്യക്തമായിട്ടറിയാം. എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ധാരണയുണ്ട്. ഈ ചർച്ച അങ്ങോട്ടൊന്നും പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല സർ. ആയിക്കോട്ടെ മിസ്റ്റർ സാരംഗ്, മായ മഹേശ്വരി, ഇനി നിങ്ങളുടെ തീരുമാനമോ. യാമിമോളെ വിളിച്ചേ പറ്റുമെങ്കിൽ നമുക്ക് വിളിക്കാം. യാമിമോൾ വന്നതിന് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചാലും ഐ വിൽ ടേക്ക് പ്രോപ്പർ ആക്ഷൻ. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. മോളെ വിളിച്ചോളൂ സർ. മോൾ എന്നെ കുറ്റവാളി എന്ന് പറഞ്ഞാൽ സാറിന് നടപടിയും സ്വീകരിക്കാം. വിളിക്കാം. മാനസിക നില തെറ്റിയ കുട്ടി ആരോപണങ്ങൾ എന്തെങ്കിലും ഉന്നയിച്ചാൽ എനിക്കത് മറികടക്കാനുള്ള വഴിയും അറിയാം. ഡോക്ടർ മൈഥിലി, കുട്ടിയെ വിളിച്ചു. സർ, അവള് വരാൻ ചിലപ്പോ. തിരക്കില്ല, പതുക്കെ മതി. ചെല്ലുമോളെ. മാനസിക നില തെറ്റിയ ഒരു കുട്ടിയുടെ ആരോപണങ്ങൾ ഒരുപക്ഷെ സത്യമായിരിക്കില്ല എന്ന് മായാ മഹേശ്വരി പറഞ്ഞു. അതൊരു മുൻകൂർ ജാമ്യമാണ് ഞങ്ങളുടെ ഭാഷയിൽ. മോളുടെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞേ? ആ കുട്ടി ഒരു ഭ്രാന്തമായ അവസ്ഥയില. മായാ മഹേശ്വരിയോടൊപ്പമുള്ള യാത്രയില് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാ അവര് കരുതുന്നേ. അല്പം മുമ്പേ അവരെ കാണാനും പരിചയപ്പെടാനും പറ്റിയിരുന്നെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കാമായിരുന്നു. എങ്കിൽ ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു. കുഞ്ഞിനെ ഒറ്റയ്ക്കിരുത്തരുത്, മുറിയിൽ തനിച്ചാക്കരുതെന്നൊക്കെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു. നമ്മുടെ മോള് ചെയ്തതുപോലെ എന്തെങ്കിലും ചെയ്തു പോയാ. ഒന്നും വരാതിരിക്കട്ടെ. താൻ പള്ളിയിൽ പോകുമ്പോ കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണം. ജീവിതം കണ്ടു തീർന്നിട്ടില്ലാത്ത കുരുന്നു കണ്ണുകളാ, അത് അടഞ്ഞു പോകരുത്. നിശ്ചലമാകാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിക്കാം. മോളിരിക്കെ. ഇരിക്കും മോളെ. യാമിമോളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അങ്കിളിന് യാമിമോളുടെ പ്രായത്തിലൊരു മകളുണ്ട്, കീർത്തന. ഞങ്ങൾ അച്ഛനും മോളും നല്ല കമ്പനിയാ. എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കും. മോക്കതുപോലെ അങ്കിളിനോട് തുറന്നു പറയാം. ഈ ഇരിക്കുന്ന മായാ മഹേശ്വരിയോടൊപ്പം മോള് മലേഷ്യയിലേക്ക് പോയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നോ, അതോ ഇവര് ഫോഴ്സ് ചെയ്തോ? എക്സ്ക്യൂസ് മീ, ഞാൻ എന്തിനും ഫോഴ്സ് ചെയ്യണം? സോറി, ഞാൻ കുഞ്ഞിനോടാ സംസാരിക്കുന്നത്. എന്റെ ഇഷ്ടത്തിനാ പോയത്. എന്ന് പറഞ്ഞാൽ മോള് സന്തോഷത്തോടെ പോയി അല്ലേ? അതെ. സന്തോഷത്തോടെ ആണോ തിരിച്ചു വന്നത്? അങ്കിള് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഇവിടെ നിന്ന് സന്തോഷത്തോടെ പോയ യാമിമോള് അത്രയും സന്തോഷത്തോടെ ആണോ തിരിച്ചു വന്നതെന്ന്? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുമല്ലോ. മോള് ഹാപ്പി ആയിരുന്നോ? വൈ, മോളെ ആരെങ്കിലും ദ്രോഹിച്ചോ? അവിടെ വെച്ച് ഏതെങ്കിലും ക്രിമിനൽ ഗ്യാങ്സ്? ഇല്ല. ഓക്കെ. എന്തെങ്കിലും ഒരു സംഭവത്തിന് മോള് സാക്ഷിയായോ? എന്തെങ്കിലും കൊലപാതകമോ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അപ്പൊ പുറത്തുനിന്ന് ആരും യാമിമോളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടില്ല. ഇവരോ?
മോളുടെ അച്ഛനോ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോയ മായാ മഹേശ്വരിയോ ഇവരിൽ ആരെങ്കിലും മോളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചോ? എന്നെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ അവര് നല്ലവരല്ല. അതെന്താ മോൾ അങ്ങനെ പറയാൻ കാരണം? അച്ഛൻ ചീത്തയാ, ഇവരും ചീത്തയാ. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് മുറിയിലേക്ക് പോണം അങ്കിൾ. മോളെ മോളിരിക്കേ. എനിക്ക് പോണം. മോളെ വേണ്ട, പൊയ്ക്കോട്ടെ. ഇനി എന്താണ് സർ ഇതിന്റെ ബാക്കി? യാമിയെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടില്ലെന്ന് ആ കുട്ടി തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എനിക്ക് വിശദീകരിക്കേണ്ട കാര്യവുമില്ല. എനിക്കും പോവല്ലോ സർ. സാങ്കേതികമായി നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഇപ്പോൾ ഒഴിഞ്ഞു മാറാം. പക്ഷെ സാരംഗ്, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരായിരുന്നവർ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വെറുക്കപ്പെട്ടവരാകുന്നു. അതൊരു നിസ്സാര കാര്യമാണോ? അല്ല സർ, മോൾ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരവളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. കാര്യം എന്താന്ന് പറയാതെ ഇവരിവിടെ നിന്ന് വിടരുത്. നിങ്ങളുടെ വീടെന്താ കോൺസെൻട്രേഷൻ ക്യാമ്പോ? ഞങ്ങൾ ഇതിനകത്തിട്ട് പീഡിപ്പിക്കാം? ഡിവൈഎസ്പി സാർ വിളിച്ചു, അതിന്റെ മര്യാദയ്ക്ക് ഞാൻ വന്നു, അതിന്റെ കാര്യവും കഴിഞ്ഞു. സർ, ഇനി എനിക്കിരിക്കാൻ പറ്റില്ല. എനിക്ക് പോയേ പറ്റൂ. സാർ, ജഗന്നാഥൻ അവർ പൊയ്ക്കോട്ടെ. പൊയ്ക്കോളൂ. സാരംഗം പൊയ്ക്കോ. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണം. സാറിനോട് ഓരോന്ന് പറഞ്ഞ് സാറിന്റെ വിലപ്പെട്ട സമയം കളയുന്നവർക്ക് ഉദ്ദേശങ്ങൾ മറ്റു പലതുമാണ്. സർ, പ്ലീസ്, നമുക്ക് സംസാരിക്കാം.